അച്ഛാ താങ്ക് യു സോ മച്ച് ഫോർ ദി സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ മൈ മാരേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തൊരു കാറ് അത് അവര് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വരുന്ന ഹണിമൂൺ കഴിയുമ്പോഴേക്കും ഡൈവേഴ്സ് ആവാതിരുന്നാൽ മതിയായിരുന്നു. കുറെ എണ്ണം ഇങ്ങനെയുണ്ട്. എന്താ ഇവരോടൊക്കെ പറയണ്ടേ? ഡോക്ടർ റോബിൻ ആരതിപ്പൊടി. ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ ഡോക്ടർ റോബിനെ അറിയുമായിരിക്കും. ബിഗ് ബോസ് സീസൺ 4 കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനകത്ത് ഒരുപാട് ജനപ്രീതി നേടിയ ഒരു വ്യക്തി അത് ഡോക്ടർ റോബിൻ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മാരാറായിരിക്കും, നമ്മുടെ അഖിൽ മാരാർ. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഈ ബിഗ് ബോസിനകത്തുനിന്ന് ഇറങ്ങിയതിനകത്ത് കണ്ടസ്റ്റൻസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ സീസണിലൊക്കെ ആണെങ്കിൽ ഒരാൾ പോലും ഇല്ല. ഉണ്ടായിരുന്നു, മറ്റേ ജിൻഡോ എന്ന് പറയുന്ന ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അതിനകത്ത് നിൽക്കുമ്പോഴൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിയെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് അങ്ങനെ ജനങ്ങൾ ആഘോഷിക്കുന്നത്, പുള്ളിയെ വെച്ച് ആഘോഷിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് ജനങ്ങൾ ഒരു കണ്ടസ്റ്റന്റ് പുറത്തു വന്നതിന് ശേഷം ആ ഒരു കണ്ടസ്റ്റന്റിനെ ഒരുപാട് ആഘോഷിച്ചത് എനിക്ക് തോന്നുന്നു ഈ ഒരു റോബിനെ മാത്രമാണ്. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് റോബിനെ സ്വന്തം മകനെ പോലെയൊക്കെ തോന്നിയ രീതിയിലൊക്കെയാണ് ഈ ജനങ്ങൾ പുള്ളിയെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇഷ്ടംപോലെ കമന്റ്സ് ഒക്കെ നമ്മൾ പല പുള്ളിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താണെങ്കിലും ഇന്ന് ഞാൻ ഈ ഡോക്ടർ റോബിന്റെ ഒരു ടോപ്പിക് എടുത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇന്ന് റോബിന്റെ കല്യാണമായിരുന്നു. ഡോക്ടർ റോബിൻ ആരതിയായിട്ടുള്ള മാരേജ് ആയിരുന്നു. അപ്പൊ ആദ്യമേ തന്നെ രണ്ടു പേർക്കും എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു കല്യാണം ഭയങ്കര പേഴ്സണൽ ആയിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പേ ഇവരുടെ പരിപാടി, ഫംഗ്ഷൻസ് എന്തോ ഹൽദി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും ഈ ഓൺലൈൻ മീഡിയക്ക് ആക്സസ്ഡ് അല്ലായിരുന്നു. ലൈക്ക് ഓൺലൈൻ മീഡിയക്ക് ഒന്നും ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ പരിപാടി, ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് താലികെട്ടായിരുന്നു. അതിന് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരുടെ ചാനൽ വഴിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ചാനൽ വഴി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ചാനൽ വഴി വീഡിയോസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരുടെ താലികെട്ടിന്റെ ഒക്കെ. അപ്പൊ അതിനകത്തൊക്കെ വരുന്ന കമന്റുകൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഒരുപാട് ആളുകൾ നല്ലത് പറയുന്നുണ്ട്, അവർക്ക് വിവാഹ മംഗള ആശംസകളൊക്കെ നേരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നല്ല രീതിയിലുള്ള ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ അത് കാണിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ ഈ കല്യാണ വീഡിയോസ് ഒന്നും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് ക്ലെയിംസ് ഒക്കെ കാണും ചിലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാത്തത്. നേരെ മറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ആരതി പൊടി ഉണ്ടല്ലോ, ഡോക്ടറിനെ കല്യാണം കഴിച്ച ആരതി പൊടി ഒരു കാർ എടുത്തു. അത് ആരതി പൊടിയുടെ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാണെന്നാണ് പൊടി ഈ ഒരു വീഡിയോ, ഈ കാർ എടുക്കുന്നതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ അതിനകത്ത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ അടിയിലും വന്നിരിക്കുന്ന കുറച്ച് കമന്റുകൾ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് കല്യാണത്തിന്റെ ഏരിയയിലേക്കൊക്കെ വരാം. ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കാണും. ഇത് ഇൻസ്റ്റയിൽ വന്ന വീഡിയോ ആണ്. ഞാൻ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ. ഓഡിയോ ഒക്കെ നമുക്ക് കോപ്പിറൈറ്റ് വരും. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ എടുത്തപ്പോൾ അതിനും കിട്ടി എനിക്ക് കോപ്പിറൈറ്റ്. അങ്ങനെ അത് കളയേണ്ട വന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സോങ്സ് ഒന്നും വെക്കുന്നില്ല. കണ്ടില്ലേ? അച്ഛാ താങ്ക് യു സോ മച്ച് ഫോർ ദി സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ മൈ മാരേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തൊരു കാറ് അത് അവര് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നമുക്ക് ഇനി കമന്റ് ഒന്ന് നോക്കാമേ. പോട്ടെ, ഡോക്ടർ ഫസ്റ്റ് തന്നെ കൺഗ്രാറ്റ്സ്. പിന്നെ അടുത്തത്, എന്തായാലും റെന്റിനെടുത്ത പോർഷയുടെ അത്ര പോരാ, അത് സെക്കൻഡ് ഹാൻഡ് പോർഷയാണ്, പർച്ചേസ് ഫ്രം അബുദാബി. അതൊരു ഇന്റർവ്യൂവിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ കേട്ടതാണ്. റെന്റ് ഒന്നും അല്ല കേട്ടോ. എന്നിട്ട് എവിടെ സെക്കൻഡ് ഹാൻഡ്? അബുദാബിയിൽ ആണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ റോബിൻ അണ്ടർവെയർ. അത് ഡെയിലി കണ്ടോണ്ടിരുന്നത് എന്ത് എ ഫോർ യൂസ്ഡ് ഒക്കെ മതി റോബിൻ. കടം വാങ്ങിയാണെങ്കിലും കാർ വാങ്ങി തന്ന അച്ഛന് CC അടയ്ക്കാൻ കഴിയട്ടെ. ചേട്ടൻ അത്ര സങ്കടപ്പെടുകയൊന്നും വേണ്ട, അവരുടെ അച്ഛൻ അടച്ചോളും ചേട്ടാ. നീ ഇരുന്ന് കൊരച്ചോ ഇവിടെ ലക്ഷറി കാർ എടുത്ത്. അതൊക്കെ ആ ഒരു വന്ന കമന്റിനുള്ള റിപ്ലൈസ് ആണ്. അപ്പം നിങ്ങൾ ഡോക്ടറോടും അതുപോലെ തന്നെ ഡോക്ടറിനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആരതി പൊടിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെയ്റ്റ് ഒരു സൈഡിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പം പുള്ളിയുടെ ആ ഒരു പോർഷെ കാറിന്റെ അതൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഞാനും ഒക്കെ പുള്ളി എടുത്ത്, കാരണം പുള്ളി ഇങ്ങനെ ഒരു പോർഷെ എടുത്തു, അത് അബുദാബിയിലാണെന്നൊക്കെ പറഞ്ഞപ്പം പറച്ചിൽ മാത്രമേ ഉള്ളൂ, ആരും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ നല്ല രീതിയിലുള്ള അടി കിട്ടും, അത് കിട്ടുന്നുണ്ടായിരുന്നു. അറ്റ്ലാസ്റ്റ് അത് പുള്ളിയുടെ ഇഷ്ടം. പുള്ളി നമ്മളെ കാണിക്കണോ വേണ്ടയോ, പുള്ളി പോർഷെ എടുത്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. പോർഷെ പനവേര എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പുള്ളിയെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് സോഷ്യൽ മീഡിയ. അതൊക്കെ അവിടെ നടക്കും, എടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം എന്തിന്
ഈ കമന്റ് ബോക്സിൽ അതൊക്കെ കഴിഞ്ഞ് കുറെ കാലങ്ങളായി. ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അതിനുശേഷം വീണ്ടും ബിഗ് ബോസുകൾ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഈ പോർഷ്യ പനമരയുടെ കേസൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി. എന്നിട്ട് ഇപ്പോഴും അതൊക്കെ ചെന്ന് കമന്റ് ബോക്സിൽ ഇട്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു നാണവും ഇല്ല ഇവിടുത്തെ കുറെ ചേട്ടന്മാർക്ക്. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഒരു ഉളുപ്പും ഇല്ലേ? പുള്ളി പോർഷ്യ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, അതൊന്നും നമുക്കറിയാൻ പാടില്ലേ. പുള്ളി നിങ്ങളെ പറ്റിച്ചാണോ ഇല്ലയോ അതൊന്നും നമുക്കറിയില്ല. ഞാൻ അതിനകത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ പറയുന്നത്? പക്ഷെ പുള്ളി പറ്റിച്ചാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ കാണുമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി. എന്തിനാണ് ഈ കണ 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 കണമെന്നും പറഞ്ഞ് അത് തന്നെ ഇപ്പോഴും വന്നിരുന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ കല്യാണത്തിന് വേണ്ടി ആ പെൺകുട്ടിയുടെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുത്തപ്പോ അതിന്റെ അടിയിലും ചെന്ന് നാണമില്ലേടാ നിനക്കൊക്കെ? ഈ കമന്റ് ഇട്ടവനോടൊക്കെയാ ഒരു നാണം, ഒരു ഉളുപ്പില്ലേ നിനക്കൊക്കെ? വീണ്ടും അത് ചെന്ന് പണ്ട് കാലത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ പറയത്തില്ല, ഇവര് പറഞ്ഞു അവരുടെ ഏജിന്റെയാ. പിന്നെ ആ ഒരു പ്രായത്തില് ലൈക്ക് ഇന്നത്തെ കണക്ക് കുറച്ചുകൂടെ മോഡേൺ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം അതൊക്കെ ഇപ്പോഴും നിന്നെ പോലുണ്ടെങ്കിൽ ആ കമന്റ് ഇട്ടവനൊക്കെ എനിക്ക് തോന്നുന്നില്ല അത് ഏജൊക്കെ ഉണ്ടെന്ന്. പക്ഷെ കറക്റ്റ് ഫോട്ടോ വെച്ചിട്ടുള്ള ഐഡിയ ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിനൊന്നും ഇവിടെ ധൈര്യം കാണത്തില്ലല്ലോ. ഈ മറഞ്ഞിരുന്ന് ഉണ്ടാക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഞാൻ വിചാരിച്ചു ഇത് ആ കാറ് കൊടുത്ത ആ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ തീരും. ഈ കല്യാണം വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിന്റെ അടിയിലൊന്നും ഇങ്ങനെ നെഗറ്റീവ് ഒന്നും വരത്തില്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവിടെ കല്യാണ വീഡിയോ അടിയിലും നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ഇല്ല എന്നല്ല. ആ പുള്ളിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാരും ആശംസകൾ നേരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വരും ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. സമ്മതിക്കണം ഇയാളെ മാരി ചെയ്തതിന്. അഡ്രിലിൻ എനിക്ക് തോന്നുന്നു പെണ്ണാണെന്ന് തോന്നുന്നു, അഡ്രിലിൻ. പിന്നെ ആശാജി നായർ, ഹൗ ഷീ വിൽ ടോളറേറ്റ് യു. ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത്? ചേച്ചിക്ക് എന്താ ഇത്ര വിഷമം? ആ പുള്ളിയെ കുറച്ചായിട്ട് അറിയാവുന്ന, എനിക്കൊന്ന് 2-3 വർഷമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പൊ കല്യാണം കഴിക്കുന്നത്. അപ്പൊ പിന്നെ ചേച്ചിക്കൊക്കെ എന്തിനാ ഇത്ര വിഷമം? അടുത്തത്, ഹണിമൂൺ കഴിയുമ്പോഴേക്കും ഡൈവേഴ്സ് ആവാതിരുന്നാൽ മതിയായിരുന്നു. കുറെ എണ്ണം ഇങ്ങനെയുണ്ട്. എന്താ ഇവരോടൊക്കെ പറയണ്ടേ? ഞാൻ പറഞ്ഞ കൂടിപ്പോകും ചിലപ്പം. നിങ്ങൾക്ക് മാന്യമായിട്ട് ഇതിനുള്ള റിപ്ലൈ കമന്റ് ചെയ്തിടാൻ പറ്റുമെന്ന് കമന്റ് ചെയ്തിടണേ. എന്താ ഈ പ്രത്യേകിച്ച് എന്താ ഇവരുടെ പേര്? പ്രസീത എന്നങ്ങണ്ട പേര്. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങളും കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ളതായിരിക്കത്തില്ലേ? എന്നിട്ടാണോ ഈ വർത്തമാനം വന്നിരുന്ന് പറയുന്നത് ഹണിമൂൺ കഴിയുമ്പോഴത്തേക്ക് ഡൈവേഴ്സ് ആയിരുന്നെങ്കിൽ മതിയായിരുന്നെന്ന്, ഡൈവേഴ്സ് ആവാതിരുന്നാ മതി എന്നൊക്കെ? എന്ത് വർത്തമാനം? നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞു വന്നാൽ കമന്റ് ഒക്കെ ഇട്ടൂടെ? ഇതൊക്കെ കല്യാണം കഴിഞ്ഞ അന്ന് ഹൗ ഇസ് ദിസ്? ഹൗ ക്യാൻ പീപ്പിൾ ഡു സംതിങ് ലൈക്ക് ദിസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇതിന്റെ അടിയിലുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോ ഹണിമൂൺ കഴിയുമ്പോൾ അതിന്റെ തന്നെ നോക്കാം. ദൈവാനുഗ്രഹം കൊണ്ട് റോബിൻ ആരതി വിൽ ബി വിത്ത് ഈച്ച് അതർ ആസ് എ കപ്പിൾ ടിൽ ദ ലാസ്റ്റ് ബ്രീത്ത്. വീണ്ടും അത് തന്നെ. എന്ത് മനസ്സാടോ? ഈസ് ദാറ്റ് വാട്ട് യു ടെൽ അബൌട്ട് എ കപ്പിൾ ഹൂ ജസ്റ്റ് ഗോട്ട് മാരീഡ്? സത്യം. അതിപ്പോ പേഴ്സണലി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും ഒരു കല്യാണം നടക്കുമ്പോൾ, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ, ഒരു പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ ഒക്കെ ഈ ടൈപ്പ് ചെറ്റ വർത്തമാനം പറയുമ്പോൾ അല്പമെങ്കിലും സംസ്കാരം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കും അതാ പറയാനുള്ളത്. എങ്ങനെ പറ്റുന്നു? ലേഡീസ് ആ കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് എങ്ങനെ പറ്റുന്നുണ്ട് ചേച്ചിമാരെ നിങ്ങൾക്കൊക്കെ? ഇവർക്ക് കല്യാണം കഴിച്ചിട്ട് കണ്ടിട്ട് നല്ല വിഷമം ഉണ്ടല്ലേ? കമന്റ് ബോക്സിൽ അങ്ങനെയുള്ള കരച്ചിൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കമന്റ് ബോക്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് കരച്ചില്. എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് ആവാതിരിക്കട്ടെ. നിങ്ങൾ എന്താ ഇത്ര കെയർ ചെയ്യുന്നേ? അവർ ഡൈവേഴ്സ് ആവുകയാണെങ്കിൽ ഡൈവേഴ്സ് ആവട്ടെ. അവർക്ക് ഡൈവേഴ്സ് ആവണമെങ്കിൽ അവർ ഡൈവേഴ്സ് ആവുന്നില്ല. എന്തിനാ ഇങ്ങനെ? അത് കല്യാണം കഴിച്ച അന്ന് തന്നെ, അവരുടെ കല്യാണം കഴിഞ്ഞ വീഡിയോ ഒന്ന് ഓൺലൈൻ മീഡിയ ഒക്കെ വരുമ്പോ തന്നെ വന്നിരുന്ന് ഈ മറ്റടുത്ത വർത്താനം പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ഇഷ്ടം പോലെ ഞാനിങ്ങനെ വായിക്കുന്നില്ല കമന്റുകളൊന്നും. ഇഷ്ടം പോലെ കുറെ ഇപ്പൊ നേരത്തെ ആ ചേച്ചി ഇട്ട കമന്റിനുള്ള റിപ്ലൈകൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇവരെന്താണോ ഇട്ടത് അതിന് നല്ല തിരിച്ചുള്ള നല്ല കനത്തിലുള്ള തെറി കമന്റ് തന്നെയാണ് തിരിച്ചും പോകുന്നത്. ഞാനൊരു റോബിൻ ഹേറ്റർ ആയിരുന്നു, ബട്ട് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ. ഇങ്ങനെ ഒന്നും പറയരുത്, അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ദിലുഷ് ചേച്ചിയുടെ ഫേക്ക് ഐ ഡി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ദിലുഷ് ചേച്ചിയുടെ ഫേക്ക് ഐ ഡി മനസ്സിലായല്ലോ, ഞാനത് വിശദീകരിക്കുന്നില്ല. അത് ആരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ആരതിയും ഡോക്ടറും എനിക്ക് തോന്നുന്നു റിലേഷനിലായിട്ട് 2-3 വർഷമായി. എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് ദിലുഷ് ചേച്ചിയുടെ ഫേക്ക് ഐ ഡി. എവിടെയോ കിടക്കുന്ന അവരെയൊക്കെ എന്തിനാണ് ഇതിനകത്ത് വലിച്ചടക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോ ചോദിക്കുക. എന്ത് കാര്യത്തിനാ? എവിടെയോ കിടക്കുന്ന ദിൽഷയൊക്കെ പിടിച്ച് ഇപ്പൊ കൂടെ നീ കേസിലിടുന്നതും കഴിഞ്ഞു പോയ പരിപാടികൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ഇടുന്നവരുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിൽഷയുടെയൊക്കെ കാര്യം ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നവര് നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും കേട്ടോ. നിങ്ങൾ പേഴ്സണലി പോയി ഒരു ഡോക്ടറിനെ കാണണം. കാരണം നിങ്ങളുടെ ലൈഫിലെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെക്കാട്ടിലും നിങ്ങൾക്ക് ഓർമ്മ വല്ലോന്റെയും കുടുംബത്തിൽ നടന്ന വർഷങ്ങൾക്ക് മുമ്പ് നടന്നുള്ള കാര്യങ്ങളാണ്.
അതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ അസൂയ മറ്റേ പരിപാടിയൊക്കെ പറയത്തില്ലേ, അതൊക്കെ തന്നെ ആയിരിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പിന്നെ വേറെണ്ണം, നോബഡി വെയിറ്റിംഗ് ഫോർ യുവർ ന്യൂസ് എന്ന് പറഞ്ഞ്, അതായത് ഇവരുടെ ഈ കല്യാണത്തിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറഞ്ഞു എന്താണ് ഒന്നുകൂടെ ഉണ്ടല്ലോ, നിങ്ങളല്ല എന്നോർത്തത്. ആര് പറഞ്ഞു നിങ്ങൾ അല്ല എന്നോർത്ത്? നെഗറ്റീവ് കമന്റ് ഇടാൻ ഒട്ടും വെയിറ്റ് ചെയ്തില്ലല്ലോ. ഈ നെഗറ്റീവ് കമന്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കേട്ടോ ഡോക്ടറിന്റെ ഒക്കെ ഈ കല്യാണ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറെ ഇഷ്ടം പോലെ കമന്റുകൾ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഓൺലൈൻ മീഡിയ ചാനൽസ് ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്ത കുറച്ച് ചാനൽസിലൊക്കെ ഞാൻ കണ്ടതാ ഇഷ്ടം പോലെ നെഗറ്റീവ്. അതും ഇതുപോലെ ഡൈവേഴ്സ് എത്രയും പെട്ടെന്നാവും, എന്തിനാണ് ഇങ്ങനെയൊക്കെ. അവർ ഇന്ന് ആ ഒരു കമന്റ് ബോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അവർക്ക് എന്ത് വിഷമമായിരിക്കും അത്. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ അവരെ എന്തിനാണോ വിഷമിപ്പിക്കാൻ ചെല്ലുന്നത്, അതും ദിലൂന്റെ ഒക്കെ ഫേക്ക് ഐഡി ആണോ എന്നൊക്കെ ചോദിച്ച്. എന്റെ പൊന്നു മക്കളെ സമ്മതിച്ചു കേട്ടോ. അതും എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നോണ്ട് ആരും വേറെ രീതിയിൽ എടുക്കണ്ട, ചേച്ചിമാർ ലേഡീസ് ആണ് കൂടുതൽ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ. ഞാൻ കാണിച്ച കമന്റിൽ എനിക്ക് തോന്നുന്നു മിക്ക കമന്റും ലേഡീസ് ഇട്ടതാ. എങ്ങനെ പറ്റുന്നു എന്റെ പൊന്നു ചേച്ചിമാരെ നിങ്ങൾക്ക് ഇതിനൊക്കെ? നിങ്ങളൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരായിരിക്കത്തില്ല. ചിലപ്പം കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ജീവിക്കാത്തവർക്ക് മറ്റൊരു കുത്തല് തോന്നിയിട്ട് ചിലപ്പോൾ ഒന്ന് കാണിക്കുന്നതെന്ന് പറയാം. കല്യാണം കഴിച്ച് ജീവിക്കുന്നവരൊക്കെ ഈ കമന്റ് വന്നിടുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. കല്യാണം കഴിഞ്ഞ് അവർ പൊക്കോട്ടെ, വർഷങ്ങൾക്ക് മുമ്പുള്ളതൊന്നും കുത്തിപ്പൊക്കി വരണ്ട. നിങ്ങളുടെ ഇതിനകത്തും വന്ന ആരെങ്കിലും ഇങ്ങനെ കുത്തിപ്പൊക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു കടി തോന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? എനിക്കിപ്പോ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇനി നിങ്ങൾ പറ, ഇങ്ങനെ ഈ കാട്ടായം കാണിക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.